إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله സത്യവിശ്വാസികളെ വിശ്വാസിനികൾ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുത്തഖിയായി ജീവിക്കണമെന്ന് എല്ലാവരെയും ഉപദേശിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഭക്തിയുള്ള ആളുകളായി മാറുക. അതായത് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യുന്ന വ്യക്തികളായി നമ്മൾ മാറുന്നത് അള്ളാഹുവിനെ അറിയുന്നതിലൂടെയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നത് നേരത്തെ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് എഴുതി വെച്ചത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയതാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും നമ്മുടെ കൂടെയുള്ളവനാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും സഹായിച്ചുകൊണ്ടും കൂടെയുള്ളവനാണെന്ന് ഒരുപാട് ആയത്തുകളിലൂടെ അറിയിച്ചിട്ടുണ്ട്. والذي خلق السماوات والأرض في 6 أيام ثم استوى على العرش وهو معكم أينما كنتم هو الذي خلق السماوات والأرض അവനാകുന്നു ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ അവനാകുന്നു. ഫീ 6 അയ്യാമിൻ 6 ദിവസങ്ങളിലായി ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ثم استوى على العرش പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല സിംഹാസനത്തിൽ ഉപവിഷ്ടനായി എന്നാണ്. അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ മുകളിലായി എന്നതാണ് അതിന് പണ്ഡിതന്മാർ അർത്ഥം കൊടുക്കുന്നത്. സിംഹാസനത്തിന്റെ മേലെയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ് എന്നുള്ളത് വിശ്വസിക്കുമ്പോൾ മുസ്ലിം ലോകത്ത് പല ആളുകളും പല രീതിയിലും വിശ്വസിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിക്കുക അല്ലാഹു സിംഹാസനത്തിന്റെ മേലെയാണ്. ആ സിംഹാസനം എവിടെയാണ്? 7 ആകാശങ്ങൾക്കും മേലെയാണ്. അതുകൊണ്ടാണ്
ആകാശങ്ങളിലേക്കാണ് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത്. മാത്രമല്ല വിശുദ്ധ ഖുർആനിലും അഅമിൻതും മൻ ഫിസ് സമാ, ആകാശത്തുള്ളവനെ കുറിച്ച് നിങ്ങൾ നിർഭയനാണോ എന്ന ചോദ്യം ഖുർആനിൽ ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅറാജിന് പോയത് 7 ആകാശങ്ങൾക്ക് മുകളിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅറാജായി കൊണ്ട് പോയിട്ടുള്ളത്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്ക് മുകളിലാണെന്നാണ്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു യഅലമു മാ യഅലമു മാ യലിജു ഫിൽ അർളി വമാ യഖ്റുജു മിൻഹാ. യഅലമു, അല്ലാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭൂമിയിലൂടെ, മാ യലിജു ഫിൽ അർളി, ഭൂമിയിലേക്ക് എന്തൊക്കെയാണോ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്നാണ്. വമാ യഖ്റുജു മിൻഹാ, ആ ഭൂമിയിൽ നിന്ന് എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്നത് അതും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വമാ യൻസിലു മിനസ് സമാ, ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്നതിനെ കുറിച്ച് അല്ലാഹു അറിയുന്നുണ്ട്. വമാ യഅറുജു ഫീഹാ, അതിലേക്ക് എന്തൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നതും അല്ലാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വഹുവ മഅകും ഐനമാ കുൻതും, അവൻ നിങ്ങളുടെ കൂടെയാണ് നിങ്ങൾ എവിടെയായിരുന്നാലും. ധാരാളം പറയുന്നത് എല്ലാ മനുഷ്യരോടുമാണ്. വഹുവ മഅകും ഐനമാ കുൻതും, അവൻ നിങ്ങളുടെ കൂടെയാണ് നിങ്ങൾ എവിടെയായിരുന്നാലും എന്നാണ്. വിശ്വാസികളെ നിങ്ങൾ ആലോചിച്ചു, നമ്മൾ എവിടെയായിരുന്നാലും നമ്മുടെ കൂടെ പടച്ച റബ്ബുണ്ട് എന്ന ഒരു വിശ്വാസം നമുക്കുണ്ടായാൽ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ധൈര്യമാണ്. അതോടൊപ്പം തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ പേടിയുമായി ഇത് രണ്ടും അവനുണ്ടാകുന്നത്. അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ് ما يكون من نجوى 3 إلا هو رابعهم ولا 5 إلا هو سادسهم ولا أدنى من ذلك ولا أكثر إلا هو معهم ألم ترى നീ കാണുന്നില്ല അല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളത് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മാ യകൂനു മിൻ നജ്വാ, ഒരൊറ്റ സംസാരവും തന്നെ ഇല്ല. 3 മൂന്നാളുകൾ ചേർന്നുകൊണ്ടുള്ള ഒരു സംസാരം, നിഗൂഢ സംസാരം, അതെവിടെ വെച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിലും 3 ആൾ കൊണ്ട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് എങ്കിൽ 3 ഇല്ലാ ഹുവ റാബിഉഹും, 4-മനായി പടച്ച റബ്ബ് അവന്റെ കൂടെ ഉണ്ട് എന്നാണ്. മാ യകൂനു മിൻ നജ്വാ 3 ഇല്ലാ ഹുവ റാബിഉഹും വലാ 5 ഇല്ലാ ഹുവ സാദിസുഹും. 5 ആളുകൾ സംസാരിക്കുമ്പോൾ 6-മനായി പടച്ച റബ്ബ് അവരുടെ കൂടെയുണ്ട്. വലാ അദ്നാ മിൻ ദാലിക വലാ അക്സറ ഇല്ലാ ഹുവ മഅഹും, ആ എണ്ണത്തെക്കാൾ കുറവായ ഒരു എണ്ണമില്ല എന്ന് പറഞ്ഞാൽ 3-ൽ കുറവാണ് 2 എണ്ണം, അല്ലെങ്കിൽ ഒരാൾ ഒറ്റയ്ക്കാണെങ്കിലും അവിടെയൊക്കെ അവരുടെ കൂടെ പടച്ച റബ്ബ് ഉണ്ട് എന്നാണ്. അല്ലാഹു കൂടെയുള്ളവനാണ്. ആകാശങ്ങൾക്ക് മുകളിലാണ് പടച്ച റബ്ബെങ്കിലും അല്ലാഹു നമ്മുടെ കൂടെയുള്ളവനാണെന്നും നമ്മൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. وما تكون في شيء وما تتلو منه من قرآن ولا تعملون من عمل إلا كنا معكم إذ تفيضون فيه وما تكون في شيء, നിങ്ങൾ ഒരു കാര്യത്തിലും തന്നെ നിങ്ങളാകുന്നില്ല. എന്തൊരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഏതൊരു കാര്യം, അത് വലിയ ബിസിനസ് ആണെങ്കിലും ശരി, ഇനിയല്ല നമ്മൾ സമുദ്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ വേറെ വീട്ടിൽ ഒറ്റയ്ക്കാണ്, എന്തൊരു കാര്യത്തിലും നിങ്ങളാകുന്നില്ല എന്നാണ്. ഏതൊരു കാര്യത്തിലും നിങ്ങളാകുന്നില്ല. ഒമാ തത്ലൂ മിൻഹു മിൻ ഖുർആൻ, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒന്നും തന്നെ നിങ്ങൾ പാരായണം ചെയ്യുന്നില്ല. വലാ തഅമലൂന മിൻ അമലിൻ, ഒരു ജോലിയും തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്നില്ല. ഒരു ജോലിയും എന്നാ പറഞ്ഞത്, ഏതൊരു ജോലിയും ഇല്ല. അത് നമ്മൾ എന്ത് ജോലിയാണെങ്കിലും ശരി, ആ ജോലികളൊന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല എന്നാണ്. വലാ തഅമലൂന മിൻ അമലിൻ, ഒരു ജോലിയുമില്ല. എങ്ങനെയല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ സാക്ഷിയായി ഉണ്ടായിട്ടല്ലാതെ എന്നാണ്. ഇത് തുഫീദൂന ഫീഹി, ആ ഒരു പ്രവൃത്തിയിൽ നമ്മൾ മുഴുകുമ്പോൾ
അള്ളാഹു നമ്മുടെ കൂടെ കണ്ടുകൊണ്ട് വീക്ഷിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് പടച്ച റബ്ബ് നമ്മുടെ കൂടെയുള്ളവനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ ഈമാൻ. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ഈമാൻ വർദ്ധിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ചുകൊണ്ട് തന്നെ അവരെ ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള, അവരെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള സംഭവങ്ങളാണ് അന്ന് നടന്നിട്ടുള്ളത്. നമ്മൾ കേട്ട ഒരു ചരിത്രമായിരിക്കും ഉമൈർ ഇബ്നു വഹബ്, അദ്ദേഹത്തിന്റെ ചരിത്രം. സഫ്വാൻ ഇബ്നു ഉമയ്യയും തമ്മിൽ കാബയുടെ മുറ്റത്തിരുന്നു കൊണ്ട് ബദർ യുദ്ധം നടന്നതിന് ശേഷം, ബദർ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ മകനെ, ഉമൈറിന്റെ മകനെ അവിടെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലാണ്. അവിടെ വെച്ചുകൊണ്ട് അവർ സംസാരിക്കുകയാണ്. സംസാരത്തിലൂടെ പറയുന്നത് എന്താ? ആരും കേൾക്കുന്നില്ല, ഒരാളും അത് അറിയുന്നില്ല, ആരും കേൾക്കാതെയാണ് സംസാരിക്കുന്നത്. എനിക്ക് കുറച്ച് കടമില്ലെങ്കിൽ, ആ കടമില്ലായിരുന്നുവെങ്കിൽ ഞാൻ മുഹമ്മദിന്റെ തല എടുക്കുമായിരുന്നു എന്നാണ് സഫ്വാൻ പറഞ്ഞു. സഫ്വാൻ ഇബ്നു ഉമയ്യ പറഞ്ഞു, നിന്റെ കടങ്ങളൊക്കെ ഞാൻ വീട്ടി തരാം, നിന്റെ മക്കളെ കാര്യവും ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വാളിലൊക്കെ വിഷം പുരട്ടിക്കൊണ്ടാണ് മദീനയിലേക്ക് ചെല്ലുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോവുകയാണ്. പല സംഭവങ്ങളും നീട്ടി പറയുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു, തടുത്തു വെച്ച് വാളൊരു, നീ വാള കൊണ്ടെന്തിനാ വരുന്നത്? വാൾ അറബികളുടെ കൂടെ എല്ലാവരുടെയും കൈകളിൽ ഇല്ലതല്ലേ? റസൂലുള്ളാഹി പറഞ്ഞു വരട്ടെ. ഇരുന്നു, റസൂലുള്ളാഹിന്റെ അടുക്കൽ ഇരുന്നു. ഉമൈറെ, നീ എന്തിനാ വന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ കുട്ടിയെ, മകനെ, അവന്റെ കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാ വന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബിമാര് കേൾക്കാൻ ഉമൈർ ഇബ്നു വഹബ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത്, ഉമൈർ, നീ വന്നത് അതിനു വേണ്ടിയല്ല. നീയും സഫ്വാൻ ഇബ്നു ഉമയ്യയും കാബയുടെ മുറ്റത്തിരുന്നു കൊണ്ട് എന്നെ വധിക്കുവാനും, അതേപോലെ തന്നെ ആ സന്ദർഭത്തിൽ എങ്ങാനും എനിക്ക് വധിക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ നിന്റെ കടവും നിന്റെ മക്കളുടെ സുരക്ഷിതത്വവും സഫ്വാൻ ഏറ്റെടുത്തുകൊണ്ടാണ് നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന്. ആ നിമിഷം തന്നെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് ചെയ്തത്. കാരണം ഞങ്ങളുടെ സംസാരം ഒരാളും കേട്ടിട്ടില്ല, ഒരു മനുഷ്യനും അത് കേട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ അറിയിച്ചത് കൊടുത്തത് തന്നെയാണെന്ന് വിശ്വസിക്കാൻ അന്നത്തെ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശ്വാസികളെ, ഇതൊക്കെ കേട്ടുകൊണ്ടും വിശുദ്ധ ഖുർആനിലെ ആയത്തുകളൊക്കെ കേട്ടുകൊണ്ടും നമ്മുടെ ഈമാൻ വർദ്ധിക്കേണ്ടതില്ലേ? നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയും പടച്ച റബ്ബ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ള കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും നിരീക്ഷിച്ചുകൊണ്ടും പടച്ച റബ്ബ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന വിശ്വാസം നമുക്ക് വർദ്ധിക്കേണ്ടതല്ലേ? ആലോചിച്ചു നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിലൂടെ എത്ര ആയത്തുകളാണ് പറയുന്നത് അല്ലാഹു കേട്ടുകൊണ്ടുണ്ട് എന്നത്. ഇനി കേട്ടുകൊണ്ട് മാത്രമാണോ? എല്ലാവരുടെയും വാക്കുകളാണ് അല്ലാഹു കേൾക്കുന്നത്. എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ മുഅ്മിനീങ്ങളാണ്, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും പടച്ച റബ്ബുണ്ട് എന്ന വിശ്വാസം മാത്രമല്ല നമുക്കുള്ളത്, പിന്നെ എന്താണ്? നമ്മെ സഹായിച്ചുകൊണ്ട് നമ്മുടെ കൂടെയുണ്ട് എന്നാണ്, നമുക്ക് സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെയുണ്ട് എന്നാണ്. ഈ ഈമാൻ ഇന്ന് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വിശ്വാസം മുസ്ലിങ്ങളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇബ്ലീസ് അത് മനുഷ്യരെ പലതും പറഞ്ഞ് പ്രേരിപ്പിച്ചുകൊണ്ടും യഥാർത്ഥമായ വിശ്വാസത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെ തെറ്റിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞെടുത്ത് എന്തിനാണ് മറ്റ് സ്ഥലങ്ങളിൽ മാറ്റി പറഞ്ഞിരിക്കുന്നത്? എവിടെയൊക്കെ പല സംഭവങ്ങളും പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബ് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞത് എന്തിനാ? സഹായിച്ചുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറയാനാണ്. അറിയില്ലേ, നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ വിശദീകരിച്ചത് ഓർമ്മയുണ്ടാകും. ഫിർഔനും സംഘവും സൈന്യവും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിടിക്കാൻ വേണ്ടി എത്തുകയും സമുദ്രത്തിന്റെ മുമ്പിലെത്തുകയും ചെങ്കടലിന്റെ തീരത്തെത്തി നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ സൈന്യത്തെയാണ് കാണുന്നത്. ആ സമയത്ത് അവർ പറഞ്ഞത് എന്താണ്? ഫലമ്മാ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. ആ സംഘങ്ങൾ പരസ്പരം കണ്ടപ്പോൾ മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ,
നമ്മളിപ്പോൾ പിടിക്കപ്പെടുമെന്നാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, കല്ലാ, അങ്ങനെയല്ല കേട്ടോ, ഇന്ന മഅയ റബ്ബീ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. രണ്ടാഴ്ചകൾക്ക് മുമ്പ് റബ്ബ് വഴി കാണിച്ചു തരുന്നവനാണെന്ന് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ ആഴ്ച ഞാൻ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവേണ്ടത് അള്ളാഹു സഹായിച്ചുകൊണ്ട് കൂടെയുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? വഴി കാണിച്ചുകൊണ്ട് കൂടെയുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മളെ സഹായിച്ചുകൊണ്ട് പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ട് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി ആളുകൾ മുഴുവൻ വളയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്നിറങ്ങി നേരെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുകയും അബൂബക്കർ റളിയല്ലാഹുവുമായി സംസാരിച്ചുകൊണ്ട് അവർ പുറത്തിറങ്ങിപ്പോയി സൗർ മലയിൽ, സൗർ ഗുഹയിൽ പോയി ഇരിക്കുകയും ചെയ്തു. സംഭവം നമുക്കറിയാം. നമ്മുടെ നാടുകളിലുള്ളതുപോലെ തന്നെയുള്ള മലകളല്ല അവിടെയുള്ളത്. പോയ ആളുകൾക്കറിയാം, പരന്ന മരങ്ങളില്ലാത്ത, എത്ര ദൂരം നിന്ന് നോക്കിയാലും കാണുന്ന രൂപത്തിലുള്ളതാണ് അവിടെയുള്ള മലകൾ. പക്ഷെ ആ ഗുഹയുടെ ഉള്ളിലേക്ക് തന്നെ നേരെ കയറി വരികയാണ് ശത്രുക്കൾ നേരെ കയറി വരികയാണ്. വേറൊന്നുമല്ല, അവർക്ക് നോക്കാൻ തന്നെയാണ് അവർ വരുന്നത്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അബൂബക്കർ റളിയല്ലാഹു ഭയപ്പെട്ടുകൊണ്ട് എന്താ പറഞ്ഞത്? അവർ നമ്മളെ കാണില്ലേ, പ്രവാചകൻ വരുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا. ഈ ആയത്തൊക്കെ നമ്മുടെ മനസ്സിൽ ഉറക്കേണ്ടത് എന്താ കാര്യം? നിങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. ഇദ് ഹുമാ ഫിൽ ഗാർ, അവർ രണ്ടുപേരും ആ ഗുഹയിലായിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂട്ടുകാരനോട് പറയുകയാണ്. എന്താ കൂട്ടുകാരനോട് പറയുന്നത്? ലാ തഹ്സൻ, നീ ദുഃഖിക്കേണ്ടതില്ല, നീ ദുഃഖിക്കേണ്ട എന്നാണ്. എന്തുകൊണ്ടാ ദുഃഖിക്കേണ്ടാത്തത്? ശത്രുക്കൾ വരില്ലേ, നീ ദുഃഖിക്കേണ്ട. കാരണം എന്തുകൊണ്ട്? ഒരു കാരണമുണ്ട് അവിടെ. എന്താണ് ആ കാരണം? ഇന്നല്ലാഹ മഅനാ, ഈമാനുള്ളവരെ, വിശ്വാസികളെ, പടച്ച റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനു ഭയപ്പെടണം? മറ്റെന്ത് ശക്തികളോട് തേടണം? ആരെയാണ് നമ്മൾ അവലംബിക്കേണ്ടത്? നമുക്ക് സഹായങ്ങൾ കിട്ടാൻ, പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ, നമുക്ക് അനുഗ്രഹങ്ങളും നേട്ടങ്ങളും ലഭിക്കാൻ മറ്റെന്തിനെയാണ് നമ്മൾ തേടുന്നത്? ഈ പടച്ച റബ്ബിനോട് തന്നെ തേടാൻ, പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്ന് തന്നെ കിട്ടാൻ വേണ്ടി പടച്ച റബ്ബിലേക്ക് മറ്റൊരു മാർഗത്തെ തേടാൻ അള്ളാഹു പഠിപ്പിച്ചിട്ടുമില്ല. പടച്ച റബ്ബ് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും സഹായിച്ചുകൊണ്ടും കൂടെ ഉണ്ടെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ട് ആ വിശ്വാസത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് മറ്റു വിശ്വാസങ്ങളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? മുസ്ലിമീങ്ങൾ ആലോചിച്ച് നമ്മുടെ അവസ്ഥ എന്താണെന്ന്. ഈ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ ദുഃഖിക്കേണ്ടതില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ഉണ്ട്. മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു, ഹാറൂൻ നബിയും കൂടി ചെല്ലുമ്പോ ഫിർഔനിന്റെ അടുക്കലേക്കാണ് നിങ്ങൾ പോവേണ്ടത്, ഫിർഔനിന്റെ അടുക്കലേക്ക് നിങ്ങൾ പോകണം എന്നാ പറഞ്ഞു. ആരാ ഫിർഔൻ? അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പറഞ്ഞ ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ രക്ഷിതാവ് എന്ന് പറഞ്ഞ ഫിർഔനിന്റെ അടുക്കലേക്ക്, ഫിർഔനിനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാ പോകേണ്ടത്. ഖാലാ ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യത്ഗാ. ഖാല റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഭയപ്പെടുകയാണ്, ഞങ്ങളുടെ മേലിൽ അതിര് വിട്ടുകൊണ്ട് അവൻ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ശിക്ഷാ നടപടികളിൽ അതിതീവ്രമായ രൂപത്തിലേക്ക് പ്രവർത്തിക്കുന്നതിനെ ഞങ്ങൾ ഭയപ്പെടുകയാണ്. എന്താ അല്ലാഹു പറഞ്ഞത്? എന്താണ് അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്? ഖാല ലാ തഖാഫാ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഇന്നനീ മഅകുമാ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അസ്മഉ വഅറാ, കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും സഹായിച്ചുകൊണ്ടും
ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നാണ് അള്ളാഹു അറിയിക്കുന്നത്. ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ. നമ്മുടെ കൂടെ പടച്ച റബ്ബുണ്ട് വിശ്വാസികളെ. എവിടെയും നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട്. പിന്നെ എന്തിന് നമ്മൾ മറ്റ് ശക്തികളേക്ക് അതല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് മറ്റൊരു കുറുക്കുമാർഗം സ്വീകരിക്കേണ്ട ആവശ്യം എന്താണ്? റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ പോരെ, റബ്ബിനോട് പറഞ്ഞാൽ പോരെ. നമ്മുടെ മനസ്സിന്റെ മന്ത്രങ്ങൾ അറിയുന്നവനല്ലേ പടച്ച റബ്ബ്, നമ്മൾ മനസ്സിലാക്കിയതല്ലേ. അവന്റെ മനസ്സ് അവനോട് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ അറിയുന്നുണ്ടെന്നല്ലേ അള്ളാഹു പഠിപ്പിച്ചത്. ഇത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും നമ്മുടെ കൂടെയുള്ള ആ രക്ഷിതാവിനെ കുറിച്ച് അറിയുകയും രക്ഷിതാവിനുള്ള വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും അള്ളാഹു എന്നെ കണ്ടുകൊണ്ട് കൂടെയുണ്ട്, അള്ളാഹു എന്നെ കണ്ടുകൊണ്ട് കൂടെയുണ്ട്. അതുകൊണ്ട് ഈ തെറ്റായ കാര്യം ഞാൻ ചെയ്യാൻ പാടില്ല, ഇത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്, ഞാൻ ഇതിൽ നിന്ന് വിട്ടു നിൽക്കണം. കാരണം പടച്ച റബ്ബ് എന്റെ കൂടെ കണ്ടുകൊണ്ടുണ്ട് എന്ന ബോധം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഉണ്ടാവുക. അതോടൊപ്പം റബ്ബ് ഏത് പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ തന്നെയും നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടെ കണ്ടുകൊണ്ട് പടച്ച റബ്ബ് എനിക്ക് എന്റെ റബ്ബ് മതി എന്ന ആ വിശ്വാസം നമ്മുടെ മനസ്സുകളിൽ ഓർക്കുകയും അത്തരത്തിലുള്ള ഈമാൻ ഉൾക്കൊണ്ട യഥാർത്ഥ വിശ്വാസികളിൽ ആയിത്തീരാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله وسلم على نبينا محمد وعلى آله وصحبه وسلم. اتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഉപദേശിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കണ്ടുകൊണ്ട് നമ്മുടെ കൂടെയുണ്ട്. ഈ വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. നമ്മൾ ജുമാക്ക് വരുന്നതും പള്ളികളിലേക്ക് വരുന്നതും ഒക്കെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം നേടാൻ വേണ്ടിയിട്ടാണ്. ജുമാ നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ എത്തുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കൂലി ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ പള്ളികളിലേക്ക് വരുന്നത്. നമുക്കറിയാം പടച്ച റബ്ബ് നമ്മളെ കണ്ടുകൊണ്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയാണെങ്കിലും ജുമാക്ക് നമ്മൾ വരുന്നത്, പള്ളിയിലെത്തുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ജുമാകൾക്ക് വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്കറിയാം. ഇമാമ് മിമ്പറിലേക്ക് കയറിയാൽ പള്ളിയിലേക്ക് വരുന്ന ആളുകൾക്ക് പ്രതിഫലം എഴുതി വെക്കുന്നതായ മലക്കുകൾ, ആ മലക്കുകൾ അവരുടെ ഗ്രന്ഥങ്ങൾ ചുരുട്ടി വെക്കുമെന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇമാമ് മിമ്പറിലേക്ക് കയറിയാൽ കൂലികൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ അവരുടെ പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തുന്ന ആ ഗ്രന്ഥം ചുരുട്ടി വെക്കുകയും മടക്കി വെക്കുകയും പിന്നീട് അവർ ഖുതുബകൾ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി ഇരിക്കുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്തിനാണ് പഠിപ്പിച്ചത്? നമ്മളെല്ലാവരും നേരത്തെ തന്നെ ബാങ്ക് വിളിക്കുന്നതിന്റെ അഥവാ മിമ്പറിൽ കയറിക്കൊണ്ടുള്ള ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് തന്നെ പള്ളിയിലേക്ക് എത്താനും ഖുതുബ ശ്രദ്ധിക്കുവാനും വേണ്ടിയിട്ടാണ്. അതിലാണ് നമുക്ക് പ്രതിഫലമുള്ളതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. മാത്രമല്ല നേരത്തെ ചെല്ലുന്ന ആളുകൾക്ക്, നേരത്തെ ചെല്ലുന്നവർക്ക് അതിൻ്റെതായ പ്രതിഫലവും നൽകുന്നുണ്ട്. ഒരാൾ ബാങ്ക് വിളിക്കുന്നതിന് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടകത്തെ അറുത്ത് ധർമ്മം ചെയ്ത പ്രതിഫലം കിട്ടുന്ന സമയമുണ്ടെന്ന്. അതിനുശേഷം വരുന്ന ആളുകൾക്ക് മാടുകളെ അറുത്തുകൊണ്ട് ധർമ്മം ചെയ്തതിന്റെ പ്രതിഫലമാണുള്ളത്. പിന്നെ ആടുകളെ അറുത്ത് ധർമ്മം ചെയ്തതിന്റെ പ്രതിഫലമാണുള്ളത്. ഇതൊക്കെ നമ്മൾ മുമ്പേ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പ്രതിഫലങ്ങൾ നേടുന്നതിന് വേണ്ടിയാണ് നമ്മൾ നേരത്തെ പള്ളികളിൽ എത്തുന്നത്. എന്റെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത പ്രതിഫലങ്ങളൊക്കെ എനിക്ക് ലഭിക്കണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ജുമാകളിൽ പങ്കെടുക്കണം. വിശ്വാസികളെ, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. എല്ലാ സമയത്തും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ് വഹുവ മഅഹും ഇദ് യുബയ്യിതൂന മാ ലാ യർളാ മിനൽ ഖൗൽ യസ്തഖ്ഫൂന മിനന്നാസ്. ജനങ്ങൾ നമ്മൾ ചെയ്യുന്നത് കാണരുത് എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്.
പല തെറ്റുകളും ചെയ്യുമ്പോ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കർമ്മം ചെയ്യുമ്പോ ആളുകൾ ഇത് കാണരുത് എന്ന ഒരു വിചാരം നമ്മളിലുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ കാണാതിരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു. യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. അല്ലാഹുവിൽ നിന്ന് അവർ യാതൊരു മറയും അവർ സ്വീകരിക്കുന്നില്ല. അള്ളാഹുവിനെ മറക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? അള്ളാഹു കാണരുത് എന്ന് വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് കഴിയുമോ? കഴിയില്ല. വഹുവ മഅഹും, അള്ളാഹു അവരുടെ കൂടെയുണ്ട്. ഇത് യുബയ്യിതൂൻ, അവർ രാത്രികളിൽ കഴിച്ചു കൂട്ടുന്ന സന്ദർഭത്തിൽ അവർ ആ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ട്, കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് കൂടെയുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സഹായിച്ചുകൊണ്ട് കൂടെയുണ്ട്. അതിനാൽ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം മുമ്പിൽ വെച്ചു. ഖുർആനിൽ എത്ര ആയത്തുകളാണ്! ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീനായ ആളുകളുടെ കൂടെയാണെന്നാണ്. എല്ലാവരുടെ കൂടെ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മുത്തഖീങ്ങളുടെ കൂടെയാണെന്ന് വേറെ പറയാൻ കാരണം എന്താ? മുത്തഖീങ്ങളെ കൂടെ സഹായിച്ചുകൊണ്ട് കൂടെയുണ്ട് എന്നാണ്. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. നന്മ ചെയ്യുന്നവരായ ആളുകൾ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പുണ്യങ്ങൾ ചെയ്യുന്നവരായ ആളുകൾക്കാണ് മുഹ്സിൻ എന്ന് പറയാം. ആ മുഹ്സിനീങ്ങളുടെ കൂടെ അവരെ സഹായിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെയുണ്ട് എന്നാണ്. വല്ലാഹു ഇന്നല്ലാഹ മഅസ്വാബിരീൻ, വല്ലാഹു മഅസ്വാബിരീൻ എന്ന ആയത്തിൽ കാണാം ക്ഷമിക്കുന്നവരുടെ കൂടെ പടച്ച റബ്ബുണ്ട് അവരെ സഹായിച്ചുകൊണ്ട്. അല്ലാഹു വാഗ്ദാനങ്ങളാണതൊക്കെ. നമ്മൾ ക്ഷമയുള്ളവരാണെങ്കിൽ അല്ലാഹുവിന്റെ സഹായം അല്ലാഹു സഹായിച്ച് നമ്മുടെ കൂടെ ഒന്ന് സഹായിക്കുമെന്നാണ്. തഖ്വയുണ്ടോ? അല്ലാഹു നമ്മളെ കൂടെ നിന്ന് സഹായിക്കുമെന്ന്. നമ്മൾ മുഹ്സിനീങ്ങളാണോ? അല്ലാഹു നമ്മളെ കൂടെ നിന്നുകൊണ്ട് പടച്ച റബ്ബ് നമ്മളെ സഹായിക്കുമെന്നാണ് ഖുർആനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ അല്ലാഹുവിന്റെ സഹായം നമുക്ക് വാഗ്ദാനം ചെയ്ത ആയത്തുകളാണ്. എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം നമുക്ക് കിട്ടുക? അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കാൻ അല്ലാഹു ചിലത് പറഞ്ഞു തന്നിട്ടുണ്ട്. വിശിഷ്യ ബനൂ ഇസ്രായേലികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു സന്ദർഭമുണ്ട് ഖുർആനിൽ. അല്ലാഹു പറയാൻ വലഖദ് അഖദ അല്ലാഹു മീസാഖ ബനീ ഇസ്രായീൽ. ബനൂ ഇസ്രായേലികളായ ആളുകളുടെ കരാർ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തിരിക്കുന്നു എന്നാണ്. മാത്രമല്ല അവരിൽ നിന്ന് 12 നഖീബുമാരെ, നിരീക്ഷകരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. വബഅത്നാ മിൻഹും 12 നഖീബ, 12 ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ബനൂ ഇസ്രായീലിനോട് അല്ലാഹു പറഞ്ഞു, വഖാല അല്ലാഹു ഇന്നി മാഅക്കും, ഞാൻ നിങ്ങളുടെ കൂടെ സഹായിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. എപ്പോഴാണ് അല്ലാഹു സഹായിച്ചുകൊണ്ട് കൂടെ ഉണ്ടാകുക? ലഇൻ അഖംതുമുസ് സലാം വആതൈതുമുസ് സകാ വആമൻതും ബിറുസുലി വഅസ്സർതുമുഹും വഅഖറതുമുല്ലാഹ ഖർളൻ ഹസനാ. ഈ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പടച്ച റബ്ബ് നമ്മളെ സഹായിച്ചുകൊണ്ട് കൂടെയുണ്ടെന്നാണ് അല്ലാഹു പറഞ്ഞത്. ഏതൊക്കെ കാര്യമാണ്? വഖാല അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളത്. എപ്പോ? ലഇൻ അഖംതുമുസ് സലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾ സകാത്ത് കൊടുക്കുന്നവരായ ആളുകളാണെങ്കിൽ, എന്റെ പ്രവാചകന്മാരിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ, അവരെ നിങ്ങൾ സഹായിക്കുകയും ചെയ്താൽ, ശക്തി നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്നാണ്. അപ്പൊ അല്ലാഹു എല്ലാവരുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയാൻ കാരണം എന്താണ്? സഹായിച്ചുകൊണ്ട് കൂടെയുണ്ടെന്നാണ്. അപ്പൊ അല്ലാഹുവിന്റെ സഹായം കിട്ടാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? വിശ്വാസികൾ നമ്മുടെ ഈമാൻ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒന്നാമതായി തന്നെ പറഞ്ഞ, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. 5 നേരത്തെ നമസ്കാരം സമയത്തിൽ നിസ്കരിക്കുന്ന ആളുകളായി നമ്മൾ മാറിയാൽ പടച്ച റബ്ബ് നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ സകാത്ത് കൊടുക്കാൻ, പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, അല്ലാഹു പറഞ്ഞ കാര്യങ്ങളും റസൂൽ പറഞ്ഞ കാര്യങ്ങളും അതിന് ഭയം നൽകിക്കൊണ്ട്, ശക്തി നൽകിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയും ചെയ്യുക. അതോടൊപ്പം അല്ലാഹു നമ്മളെ സഹായിച്ച് കൂടേണ്ട ആ വിശ്വാസം നമ്മളിൽ ഉണ്ടാകാൻ നമുക്കറിയാലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു മാസങ്ങളാണ് ഈ മാസങ്ങൾ. ഹജ്ജിനെ കുറിച്ച് പറയുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ സന്ദർഭത്തിൽ എന്താ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു? ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ.
അതാണ് വിശ്വാസികൾ. കത്തുന്ന തീയിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടു വരുന്നത്. എങ്ങനെ രക്ഷപ്പെട്ട്? ഇബ്രാഹിം. കത്തുന്ന തീയിനോട് അള്ളാഹു പറഞ്ഞത് തണുപ്പായാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കും. കാരണം പല തണുത്ത രാജ്യങ്ങളിലും ഐസായി മനുഷ്യന്മാര് ബ്ലഡ് അല്ലാതെ തണുത്ത കട്ടിയായിക്കൊണ്ട് മരിച്ചു പോകും. അതുകൊണ്ടാ പറഞ്ഞത് സലാമുമായിരിക്കണം, രക്ഷയുമാകുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശ്വാസമാണ്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്, അവൻ മതി നമുക്ക് എല്ലാത്തിനും എന്ന ആ ഈമാൻ നമ്മളിൽ ഉണ്ടാവുക എങ്കിൽ തെറ്റുകളിൽ നിന്ന് തന്നെ പടച്ചറപ്പ് നമ്മളെ കണ്ടുകൊണ്ട് വീക്ഷിച്ചുകൊണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും തെറ്റുകളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തെരുമാറാവട്ടെ. അസുഖമായി കിടക്കുന്നവരുടെ അസുഖങ്ങൾ അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وعلى آله وصحبه.